നമസ്കാരം. ഞാൻ നന്ദനൻ പിള്ള. എൻ്റെ 20ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ നമ്പർ 1 കേരളത്തിലെ നമ്പർ 1 ജില്ലയായ തിരുവനന്തപുരം തലസ്ഥാന ജില്ലയിലെ സ്വദേശാഭിമാനിയുടെ നാട്ടിലെ ഒരു വില്ലേജ് ഓഫീസിൻ്റെ ദയനീയ അവസ്ഥയാണ്. ഈ വീഡിയോ നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ്. കാരണം അദ്ദേഹം വയനാട്ടിൽ പോയി നമ്മളെ വിള്ളലുണ്ടെന്നും വിള്ളലില്ലെന്നും അവകാശപ്പെടുന്ന സ്ഥലത്ത് പോവുകയും എന്തായാലും ചോക്ക് വെച്ച് ആ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ട അദ്ദേഹം. അത് ആ മാതൃക അദ്ദേഹം ഈ നെയ്യാറ്റിങ്കര വില്ലേജ് ഓഫീസിൽ കൂടി വന്ന് അതിനിപ്പം ചോക്കിന് പകരം മാന്ത്രിക വടിയോ എന്തായാലും മതി, ഈ രേഖകളൊക്കെ അവിടെ ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ ഈ വില്ലേജ് ഓഫീസ് അവിടുന്ന് പൂട്ടണം. പൊതു ഖജനാവിൽ നിന്ന് ആളുകൾക്ക് ശമ്പളം കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. രേഖകളില്ലെങ്കിൽ നിയമാനുസരണം പബ്ലിക് റെക്കോർഡ്സ് ആക്ട് പ്രകാരം കേസെടുത്ത് അതിന് നടപടി സ്വീകരിക്കണം. പിന്നെ ഇതിലെ നമ്മുടെ ഈ ചട്ടപ്പടി ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നൊരു നേർച്ച ഈ വില്ലേജ് ഓഫീസുകളിലും സംസ്ഥാനത്ത് എല്ലായിടം നടക്കുന്നുണ്ട്. ജമാബന്ദി എന്നൊക്കെ വലിയ പേരുകളിലാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇപ്പോൾ ഈ പോലീസിലെ ഇൻസ്പെക്ഷൻ പോലെ അണ്ടിപ്പരിപ്പും ബിരിയാണിയും മന്തിയിലും ഈ ഇൻസ്പെക്ഷൻ കുടുങ്ങിപ്പോയോ, എല്ലാം ശരിയാണെന്ന് എഴുതിയവരൊക്കെ മടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. സന്ദർഭവശാൽ എനിക്ക് ഈ നെയ്യാറ്റിങ്കര വില്ലേജ് ഓഫീസിൽ 14/2/25, 12/5/25, 14/2/25 എന്നീ തീയതികളിലായിട്ട് 2-3 വിവരാവകാശ അപേക്ഷ കൊടുക്കേണ്ടി വന്നു. ഞാൻ ഈ വിവരാവകാശ അപേക്ഷകളിലൂടെ ആവശ്യപ്പെട്ടിരുന്നത് നെയ്യാറ്റിങ്കര വില്ലേജിലെ ചില പോക്കുവരവ് രജിസ്റ്ററുകളാണ്. അപ്പോൾ പോക്കുവരവ് രജിസ്റ്ററുകൾ സൂക്ഷിച്ചു വന്നിരുന്നതായിട്ട് കാണുന്നില്ല എന്ന് മറുപടി വന്നിട്ടുണ്ട്. പിന്നീട് ചോദിച്ചത് ബേസിക് ടാക്സ് രജിസ്റ്ററാണ്. അപ്പോൾ അതും സൂക്ഷിച്ചു വരുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ ചോദിച്ചത് തണ്ടപ്പേർ രജിസ്റ്ററാണ്. അത് റീസർവേക്ക് ശേഷം മാത്രമുള്ളതേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. എന്തായാലും സർക്കാർ ഭൂമിയുടെ രേഖകളെല്ലാം കാണുമെന്ന് വിചാരിച്ച് സർക്കാർ ഭൂമി സംബന്ധിച്ചൊരു അന്വേഷണം നടത്തി. അത് പുറമ്പോക്ക് രജിസ്റ്റർ ഉണ്ടോ, ഫോറസ്റ്റ് ലാൻഡിൻ്റെ കണക്ക് വല്ലതും ഉണ്ടോ, ഗവൺമെൻറ് ലാൻഡിൻ്റെ കണക്ക് വല്ലതും ഉണ്ടോ, ഇത് റീസർവേക്ക് മുമ്പുള്ള സ്ഥിതി എന്താണ്, ഓൾഡ് സർവേയിലെ സ്ഥിതി എന്താണ്, ലാൻഡ് ടാക്സ് റെസിപ്റ്റ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചു. വില്ലേജ് ഓഫീസർമാരുടെ വിവരങ്ങൾ, വർഷങ്ങളായിട്ടുള്ള വില്ലേജ് ഓഫീസർമാരൊക്കെ ആയിരുന്നു, അവരുടെ ഇപ്പോഴത്തെ വിലാസം എന്താണെന്ന് ചോദിച്ചു. ഈ റീസർവേയിൽ അധിക ഭൂമി ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര പേർക്ക് അധിക ഭൂമി പോക്കുവരവ് ചെയ്തതിൻ്റെ വിവരങ്ങൾ ആവശ്യപ്പെട്ടു. തുടങ്ങിയ ഒരു വില്ലേജ് ഓഫീസിനെ സംബന്ധിച്ചുള്ള അവിടുത്തെ ടോട്ടൽ എക്സ്റ്റെൻറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ ഈ ചോദിച്ചതിൽ ഒരു വിവരവും ആ വില്ലേജ് ഓഫീസിൽ ഇല്ലെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇല്ലാത്തൊരു വില്ലേജ് ഓഫീസിൻ്റെ ആവശ്യം അവിടെ ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതിന് ഏതെങ്കിലും പാർട്ടി ഓഫീസ് എന്ന് പറഞ്ഞ് പാർട്ടി ഓഫീസിലേക്കെങ്ങാണ് ഈ റെക്കോർഡുകൾ മാറ്റിയോ എന്നുള്ളതൊന്നും പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം പ്രബുദ്ധ രാഷ്ട്രീയക്കാർ ഭരിക്കുന്ന ഒരു നാടാണത്. സ്വാഭാവികമായിട്ടും അവരുടെ താല്പര്യത്തിനനുസരിച്ച് റെക്കോർഡുകൾ അവിടുന്ന് മോഷണം പോകാം. ഈ പറഞ്ഞ രേഖകളെല്ലാം വിവരാശ രേഖകളും മറുപടികളും ഉണ്ട്. പിന്നെ വ്യാജരേഖ ചമയ്ക്കുന്നുണ്ട് അവിടെ. കാരണം വിവരാശ വിവരത്തിന് മറുപടി തരാതെ വരികയും കമ്മീഷനിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ മുൻ തീയതി വെച്ച് മറുപടി അപേക്ഷയിൽ ലഭ്യമാക്കി എന്ന് പറഞ്ഞ് കമ്മീഷനിൽ രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെയുള്ള ഉദ്യോഗസ്ഥർ വ്യാജരേഖ ഉണ്ടാക്കാനാണോ അവിടെ ഇരിക്കുന്നതെന്നൊരു സംശയമുണ്ട്. കാരണം അതുകൊണ്ടാണ് ഈ രേഖകൾ പലതും കാണാനില്ല എന്ന് പറയുന്നത്. ഇത് സംഭവിച്ചത് വെസ്റ്റേൺ ഗട്ട്സിലായിരുന്നെങ്കിൽ എനിക്ക് അതിശയമില്ലായിരുന്നു. കാരണം എൻ്റെ 1 മുതൽ 6 വരെയുള്ള സർക്കാർ ഭൂമി സംബന്ധിച്ചുള്ള വീഡിയോകളിൽ ഞാൻ അതിനെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. കൂടുതൽ ഇനിയും പ്രതിപാദിക്കാൻ വീഡിയോകൾ വരാനുമുണ്ട്.
അപ്പോൾ അതുകൊണ്ട് അതൊരു അതിശയമല്ല. വെസ്റ്റേൺ ഗട്ട്സ് സ്വകാര്യ ഭൂമിയല്ല, എല്ലാം ഏകദേശം എല്ലാം സർക്കാർ ഭൂമിയാണ്. അത് നമുക്ക് വിൽക്കാം, കുഴപ്പമില്ല. അത് വിൽക്കാനായിട്ടാണ് നമ്മൾ റവന്യൂ ഉദ്യോഗസ്ഥരെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. അത് സ്വാഭാവികമായും വിറ്റുകൊണ്ടേയിരിക്കും. ഇനി അത് തീരുമ്പോഴാണ് സാധാരണയായിട്ട് ഈ സ്വകാര്യ ഭൂമി വിൽക്കുന്നതാണ് ഈ പറയുന്ന സർക്കാർ ഭൂമി. വെസ്റ്റേൺ ഗട്ട്സിൽ സർക്കാർ ഭൂമി മാത്രമുള്ള സ്ഥലങ്ങളിലെ സ്ഥിതി അങ്ങനെയാണ്. പക്ഷേ ഈ ഒരു തലസ്ഥാന നഗരിയിൽ നിന്ന് ഒരു 18-19 കിലോമീറ്റർ ദൂരെയുള്ള നമ്പർ 1 കേരളത്തിലെ ഒരു നമ്പർ 1 വില്ലേജ് ഓഫീസിലെ സ്ഥിതിയാണ്. അതിനെ മാതൃകാ വില്ലേജ് ഓഫീസായിട്ട് നമുക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. പോലീസിലെ പോലെ ഈ രീതിയിൽ ഈ റെക്കോർഡുകൾ അപ്രത്യക്ഷമാക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പാരിതോഷികങ്ങൾ പ്രഖ്യാപിക്കുന്നത് നല്ലതാണ്. പോലീസിൽ പലരും രാഷ്ട്രപതിയുടെ ഉൾപ്പെടെ മെഡലുകൾ വാങ്ങിയിട്ടുള്ളത് തെറ്റായ വിവരങ്ങൾ നൽകിയാണ്. ഞാനത് നേരത്തെ ചില വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അതേ മാതൃകയിൽ റവന്യൂ വകുപ്പിലും ഈ രീതിയിൽ റെക്കോർഡുകൾ ഇല്ല എന്നും ഉള്ള റെക്കോർഡുകൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോയവർക്കുമൊക്കെ എന്തെങ്കിലും ന്യായമായൊരു മെഡൽ അല്ലെങ്കിൽ ട്രോഫി നൽകി ആദരിക്കുന്നത് നല്ലതായിരിക്കും. പോലീസിൻ്റെ ആസ്ഥാനത്ത് തന്നെ വ്യാജ റിപ്പോർട്ടിന് വേണ്ടി ഗൂഢാലോചന നടത്തുന്ന സ്ഥലമാണ്. അതുപോലെ ഇവിടെയും താലൂക്ക് ഓഫീസ് കേന്ദ്രീകരിച്ച് വ്യാജരേഖയും വ്യാജ റിപ്പോർട്ടുകളും തയ്യാറാക്കുന്ന കേന്ദ്രമായി മാറിയിട്ടുണ്ട്. റവന്യൂ വകുപ്പിൽ വ്യാജ റിപ്പോർട്ടും വ്യാജരേഖയും തയ്യാറാക്കാതെ നെയ്യാറ്റിൻകര പോലുള്ള താലൂക്കുകളിൽ ഉദ്യോഗസ്ഥർക്ക് കഴിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട വിഷയമാണ്. ആയതിനാൽ ഇക്കാര്യത്തിൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിൽ ഈ വീഡിയോ നമ്പർ 1 കേരളത്തിലെ നമ്പർ 1 തലസ്ഥാനത്തിൻ്റെ സമീപത്ത് തന്നെയുള്ള ഒരു വില്ലേജ് ഓഫീസിലെ ദുസ്ഥിതിയാണ് ഈ പറഞ്ഞത്. അതായത് പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. നമ്മുടെ വിജിലൻസുകാർ പിന്നെ ഇതൊന്നും കാണുന്നില്ല. അവർ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഈ വർഷം 73 ട്രാപ്പ് പിടിച്ചു. ഏറ്റവും കൂടുതൽ പിടിച്ച റവന്യൂക്കാരെയാണെന്ന് പറഞ്ഞ സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് വേറെ പണികളൊന്നും നിലവിൽ PC ആക്ടിലെ ഭേദഗതിക്ക് ശേഷം അവർക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോസ്റ്റ് ഓഫീസിലെ പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിട്ടുന്ന അപേക്ഷയൊക്കെ സർക്കാരിലേക്ക് അയക്കും. സർക്കാർ അവിടുന്ന് എൻക്വയറികളൊന്നും ഓർഡർ ചെയ്യാറില്ല. അത് ഈ കുറ്റം ചെയ്ത വകുപ്പിലേക്ക് തന്നെയാണ് ഏറെ പരാതികളും തിരിച്ചു തന്നിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ പ്രബുദ്ധ രാഷ്ട്രീയ നേതൃത്വത്തിനും നെയ്യാറ്റിൻകരയിലെ പ്രബുദ്ധ രാഷ്ട്രീയ നേതാക്കൾക്കുമായിട്ട് ഇത് സമർപ്പിക്കുന്നു. കാരണം സ്വകാര്യ ഭൂമി സംബന്ധിച്ചുള്ള ഒരു പോലീസ് പരാതിയിൽ നെയ്യാറ്റിൻകരയിലെ നിലവിലെ MLA തന്നെ ചില മൊഴികൾ പോലീസിന് കൊടുത്തിട്ടുണ്ട്. അത് ചിലർക്കൊക്കെ തൻ്റെ കക്ഷിയിൽപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി ഉദ്ദേശത്തോടു കൂടിയുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമാക്കാണ് ഈ പറയുന്ന റെക്കോർഡുകളൊന്നും കാണാനില്ലാത്തത്. ഏതായാലും ഈ വീഡിയോ ഇന്നിവിടെ സമാപിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.